ഇപ്പം കനിയുടെ ഒരു കരിയർ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു റെഡ് കാർപ്പറ്റ് വിരിച്ച് അതിൽ കൂടെ നടന്നു വന്നാണല്ല കനി. അതിൽ കുറച്ച് സ്ട്രഗിൾ, ഈ പറഞ്ഞ പോലത്തെയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഫീൽ ചെയ്തിട്ട് വന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ വരുമ്പോൾ അതിൽ ഇപ്പം ഈ ഉച്ചനീചത്വം എന്നുള്ളൊരു വാക്ക് തന്നെ ഞാൻ പറയാം, അതിലൊക്കെ ഒരു വ്യത്യാസം വന്നേക്കും അങ്ങനെ വിചാരിക്കുന്നു? ഇതിൻ്റെ അനുഭവം ഇനി മുമ്പോട്ട് പോയാലേ പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോയെന്ന്. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട് അതിന് ശേഷം. കാരണം അതിന് മുമ്പ് എൻ്റെ കൂടെ ഒക്കെ ഉള്ള ഇതുപോലെ തന്നെ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരും എനിക്കും എല്ലാം നമ്മളൊരു പൈസ ഇത്രയും ദിവസത്തിന് ഇത്രയും പൈസ ഓക്കെ ആണോ, അപ്പോൾ അത് ചോദിച്ച് അത് നെഗോഷിയേറ്റ് ചെയ്താൽ പോലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അതിനേക്കാളും പൈസ ചിലപ്പം അവർക്കുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കൊന്നും തരില്ല. അല്ലെങ്കിൽ പിന്നെ സമയത്ത് എഗ്രി ചെയ്ത പൈസ സമയത്ത് തരില്ല. നമ്മളൊരു 10 ഫോൺ ചെയ്താലേ തരുള്ളൂ. അതെന്തുകൊണ്ടാണ്? സ്റ്റാറും മെയിൻ ലീഡായിട്ടുള്ള ആക്ടേഴ്സിന് മാത്രമാണ് കോൺട്രാക്റ്റ് ഒക്കെ ഉള്ളത്. അല്ലാത്ത ആക്ടേഴ്സിനൊന്നും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സാധനം ഇവിടെ ഇല്ല. അപ്പം അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് മിനിമം കിട്ടേണ്ട വേതനത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഒരു ആക്ടറിന് ഇത്ര ആയിരിക്കും, ഈ ഒരു ലെവലിലുള്ള ഇത്രയും വർക്ക് ചെയ്ത് അങ്ങനെ അതൊന്നുമില്ല ഇവിടെ. ഓരോ സിനിമയ്ക്കും അതിൻ്റേതായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും. ഈ ആക്ടേഴ്സിന് അങ്ങനെയുള്ള ആക്ടേഴ്സിന് മാനേജറിനൊന്നും വെക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഒരു ടാലൻറ്റ് ഏജൻസി ഇവിടെ ഇല്ല. അപ്പം അതിങ്ങനെ ഒരുപാട് സമയം ഈ ആർട്ടിസ്റ്റുകളുടെ പോവാണ്. പിന്നെ ഈ പൈസ കറക്റ്റ് കിട്ടില്ല. നമ്മളെ ട്രീറ്റ് ചെയ്ത് നമ്മളോട് മിണ്ടുന്ന രീതിയിലും നമ്മളോട് ഇടപെടുന്ന രീതിയിലും ഒക്കെ അങ്ങനെ ഒരു ഡിസ്റെസ്പെക്റ്റ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് ആവശ്യത്തിന് കിട്ടാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സ്റ്റേറ്റ് അവാർഡോ അല്ലെങ്കിൽ ഇങ്ങനെ ഫിലിം ഫെയർ അവാർഡൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അതൊക്കെ ആ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ കേരളത്തിലാണെങ്കിൽ ആളുകൾ പെരുമാറുന്ന രീതി ഭയങ്കര മാറ്റം. കോൺട്രാക്റ്റ് വേണമെന്നുണ്ട്. ഈവൻ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ സമയത്ത് വന്നു പോകുന്ന റോളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് പോലും ഞാൻ കോൺട്രാക്ട് ചെയ്ത് എനിക്ക് തരും ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ ചോദിച്ചു ഇതിനു മുമ്പ് എനിക്ക് ഇനിയിപ്പോൾ ഒരുപാടുള്ള റോളിലാണെങ്കിലും കോൺട്രാക്റ്റ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടുള്ളതാണോ അതോ ഒരു സിസ്റ്റം ആരും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ റൈറ്റ്സ് ചോദിക്കാനും നമുക്ക് മിനിമം ഇതൊക്കെ. അപ്പം എൻ്റെ കൂടെയുള്ള ഇതുപോലെ പാവം അവർക്ക് എന്തെങ്കിലും കൊണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. അവരെയൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും കാണും പിള്ളേർ ഈ ചേട്ടാ ഇനി ഒരു 3000 രൂപ കൂടെ ഇടാനുണ്ട്, ഡബ് ചെയ്തല്ലോ ഇനിയെങ്കിലും അയക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് അയ്യോ എന്ന് വിചാരിക്കുന്നത് വെച്ചാൽ ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഇപ്പം അതിനൊരു മാറ്റമുണ്ട് അറ്റ്ലീസ്റ്റ് കേരളത്തിൽ നിന്ന്. അതുപോലെ ഇതിനും എന്തെങ്കിലും നമ്മൾ മിനിമം ഹ്യൂമൻ റൈറ്റ്സ് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ബേസിക്കായിട്ട് നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ കിട്ടുള്ളൂ. അപ്പം അത് ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇനി കിട്ടാത്തതൊക്കെ കിട്ടുമായിരിക്കും.